മോൾഡീവ്സിലെ ടീച്ചിങ് ജോബ്സിന് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് ആണ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഡിഗ്രി കഴിഞ്ഞവരും BEd കഴിഞ്ഞവരും ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തിൽ ഓൺലൈനായിട്ടാണ് മോൾഡീവ്സിലെ ടീച്ചേഴ്സിന് പുതിയ ഇൻ്റർവ്യൂ വിളിച്ചിട്ടുള്ളത്. സബ്ജക്ട്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. എനിക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോൾഡീവ്സിലെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ മോൾഡീവ്സിലേക്ക് ടീച്ചിങ് ജോബ് നോക്കുന്ന ആളുകൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ഇതൊരു ആഡോ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്ന പ്രൊമോഷനോ ഒന്നുമല്ല. എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ പേഴ്സണലി 1-to-1 മെസ്സേജ് അയക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തിൽ ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അതുപോലെ തന്നെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നും കൂടി ഞാനൊന്ന് പറയാം. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ റീഡ് ദിസ്. സോ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ട്രാവൽ ആൻഡ് ടൂറിസം, BTech ഹോസ്പിറ്റാലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, ക്രിയേറ്റീവ് ആർട്ട് ആൻഡ് ഡിസൈൻ, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ജോഗ്രഫി, ഫിസിയോളജി ആൻഡ് സെൻ. ഇത്രയും സബ്ജക്ട്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നുള്ളത്. പിന്നെ പറയാനുള്ളത്, എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് ആളുകൾ, കുറച്ച് ഫ്രണ്ട്സായിട്ടും കുറച്ച് നിയർ ഡിയർ എന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകൾ എന്നോട് ഇങ്ങനെ ഇംഗ്ലീഷ് വേക്കൻസിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. ഐ എം സോ സോറി ടു സേ, ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 9-10 months ആയി കാണുമെങ്കിൽ ഇത്രയും മാസത്തിനിടയിൽ പിന്നെ ഇംഗ്ലീഷിന് വേക്കൻസി വന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടീച്ചേഴ്സിന് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വേക്കൻസി വിളിക്കാത്തത്. ഡെഫിനറ്റ്ലി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ ഞാനത് റിപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ വേറെ ജോബ്സിന് വേണ്ടി ട്രൈ ചെയ്യുക. ഇത് മാത്രമല്ലല്ലോ, മെനി ഓപ്ഷൻസ് ആർ ദർ. സോ അപ്പോൾ ഈ പറഞ്ഞ സബ്ജക്ട്സിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും ഒരു ഏജൻസി ആയിട്ട് കണക്ട് ചെയ്യുക. ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവർ നല്ല ഏത് ഏജൻസി ആണെങ്കിലും നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ട്രൈ ചെയ്യുക. ഇപ്പോൾ കുറേ സ്കാംസും കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്കാംസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും പെട്ടുപോകാതിരിക്കുക. കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രം നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുക. പിന്നെ ഈ സബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ബയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാനെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഡേറ്റ എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്തും കെയർഫുൾ ആയിരിക്കുക. നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്കൊരു ചാൻസ് മിസ്സാവരുത്. അപ്പോൾ ഇതൊരു ആഡോ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കലോ ഒന്നുമല്ല. എന്നോട് ചോദിച്ച ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയതായി അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. കമൻറ്റ് ആയിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻസിനായി കാത്തിരിക്കുക.